പശ്ചിമേഷ്യയിൽ യുദ്ധം അവസാനിക്കുന്ന മട്ടൊന്നുമില്ല. ഇറാനിൽ നിന്നുള്ള ഭീഷണിയെ നേരിടുന്നതിനായി മേഖലയിലെ പ്രധാന രാജ്യങ്ങളുമായി പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുന്നതായി വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇറാന്റെ സൈനിക ആണവാഭിലാഷങ്ങളെക്കുറിച്ചുള്ള പൊതുവായ ആശങ്കകൾ കാരണം ഇസ്രായേലും ചില അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാകുന്നതായാണ് സൂചന പുറത്തുവരുന്നത്. എന്തായാലും ഈ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പേരുകൾ നെതന്യാഹു വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഉടമ്പടികളെക്കുറിച്ച് ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഇറാന്റെ ആണവ പദ്ധതിക്കും ബാലിസ്റ്റിക് മിസൈൽ ശേഷിക്കും എതിരായ ആക്രമണങ്ങളിലൂടെ നേരിട്ടുള്ള ഭീഷണി ഒഴിവാക്കാൻ സാധിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇറാന്റെ ശേഷിയെ അപ്പാടെ തകർത്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ഇറാനിലെ ഭരണകൂടം വൈകാതെ തന്നെ തകരുമെന്നും നെതന്യാഹു പറഞ്ഞു. മേഖലയിലെ മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കവേ ഹിസ്ബുള്ള ഇനി ഇസ്രായേലിന് ഒരു ഭീഷണി അല്ല എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കാൻ സാധിച്ചതും ഹിസ്ബുള്ളയുടെ ഭീഷണി കുറയാൻ കാരണമായി അദ്ദേഹം കാണുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികൾക്കും ബാലിസ്റ്റിക് മിസൈൽ ശേഷിക്കും എതിരെ ഇസ്രായേൽ നടത്തിയ ശക്തമായ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയെ പോലുള്ള ഇറാൻ അനുകൂല സംഘടനകളുടെ ശക്തി കുറയ്ക്കാൻ സഹായിച്ചു എന്ന് നെതന്യാഹു പറയുന്നുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ അയച്ചത്. ഇസ്രായേലിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് വിവരം. അതിനു പിന്നാലെ ഇന്നലെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി അമേരിക്കയും രംഗത്ത് വന്നു. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിൽ ഇറാനിൽ പലയിടത്തും മിസൈൽ വർഷം ചൊരിയുന്നതായിട്ടുള്ള വീഡിയോ പങ്കുവച്ചത്. എന്തായാലും കൃത്യമായ കണക്ക് കൂട്ടലുകളോടെയായിരുന്നു ആ പ്ലാനിംഗ്. അതേസമയം കരയുദ്ധം ഉടൻ തന്നെ തുടങ്ങുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. അതിർത്തിക്ക് സമീപം സേന തയ്യാറായി കഴിഞ്ഞു എന്നതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഖാർദ്വീപ് സ്വന്തമാക്കണമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് അമേരിക്ക മുന്നോട്ടു പോകുന്നത്. അതേസമയം ഫലസ്തീനികൾക്കെതിരായ നിയമ നടപടികൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേലികളെ കൊലപ്പെടുത്തുന്ന ഫലസ്തീനികൾക്ക് വധശിക്ഷ നൽകുന്ന നിയമം ഇസ്രായേൽ പാർലമെന്റ് പാസാക്കി. തൂക്കിക്കൊല്ലുന്ന രീതിയിലായിരിക്കും ശിക്ഷ നടപ്പിലാക്കുക. വർഷങ്ങളായി തീവ്ര വലതുപക്ഷ പാർട്ടികൾ നടത്തിവന്ന നീക്കമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടെത്തിയാണ് ബില്ലിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത്. 62-നെതിരെ 48 വോട്ടുകൾക്കാണ് ബില്ല് പാസ്സായത്. നിയമത്തിന്റെ പ്രധാന പ്രത്യേകതകൾ: വധശിക്ഷ നടപ്പിലാക്കാൻ തൂക്കിക്കൊല്ലൽ രീതിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇസ്രായേലിലെ ഡോക്ടർമാരുടെ യൂണിയൻ മാരകമായ വിഷം കുത്തിവെച്ച് വധശിക്ഷ നടപ്പിലാക്കാൻ വിസമ്മതിച്ചതിനാലാണ് ഈ തീരുമാനം. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ നിഷേധിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊലപാതകം നടത്തുന്നവർക്കാണ് വധശിക്ഷ. ഇത് ജൂത തീവ്രവാദികളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികളെ വിചാരണ ചെയ്യുന്ന സൈനിക കോടതികളിൽ വധശിക്ഷ നിർബന്ധിത ശിക്ഷയായിരിക്കും.